നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? അതല്ലെങ്കിൽ ഡിഗ്രിയോ PGയോ ഒക്കെ പഠിക്കുന്നവരോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ IT മേഖലയിലെ ഹൈ ഡിമാൻഡായിട്ടുള്ള ചില പ്രോഗ്രാംസ് അത് പഠിച്ചുകൊണ്ട് ജോലിയിലേക്കൊക്കെ എത്തുവാൻ സഹായകരമായ ഒരവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഈ അവസരം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ഈ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കോഴ്സുകൾ, ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഈ വേദിക് AI സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അക്കാഡമിക് ഫീൽഡിലുള്ളവർക്കൊക്കെ വളരെ പരിചിതമായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ. അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ മുൻ വൈസ് ചാൻസലറാണ്. ഇപ്പോൾ വേദിക് AI സ്കൂളിൻ്റെ അക്കാഡമിക് ചാൻസലറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു. സാർ, വെൽക്കം ടു കരിയർ പാത്വേ. നമസ്കാരം സാർ, എനിക്ക് ആദ്യം അറിയേണ്ടത് നമ്മുടെ ഈ വേദിക് AI സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതൊന്ന് സൂചിപ്പിക്കാമോ? വേദിക് AI സ്കൂൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു നിർമ്മിത ബുദ്ധിയുടെ ലോകത്തിലേക്ക് നമ്മുടെ ഒരു യങ് ജനറേഷനെ ഒരു കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലും ഈവൻ എഞ്ചിനീയറിംഗ് കോളേജുകളിലും അതിൻ്റെ സിലബസ് അത് ഒരു പല പരിമിതികളുമുണ്ട്. നോളജ് ഓരോ ദിവസവും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ സിലബസ് പലപ്പോഴും 4-5 വർഷം പുറകിൽ നിൽക്കുന്നു. ടെക്നോളജി അഡ്വാൻസ്മെന്റിനോടൊപ്പം നമ്മുടെ സിലബസ് അങ്ങനെ മുമ്പോട്ട് പോകുന്നതിനുള്ള ഒരു സാഹചര്യം കുറവുള്ളത് കൊണ്ട് അക്വസിഷൻ ഓഫ് നോളജ്, അഡീഷണൽ നോളജ് അക്വയർ ചെയ്തെങ്കിൽ മാത്രമേ ഇന്ന് കുട്ടികൾക്ക് ഒരു ജോബ് ഉറപ്പുവരുത്തുന്നതിന് സാധിക്കൂ. അപ്പോൾ സർട്ടിഫിക്കറ്റിൽ നിന്ന് അഡീഷണലായി ഇന്ന് ലോകത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള ജോബ് സാധ്യതകളുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ, വളരെ ചുരുങ്ങിയ പരിമിതമായ ഒരു ഫീസ്, ഇതൊരു പ്രധാന ഘടകമാണ്. കാരണം ഇന്നിൻ്റെ പലയിടത്തും പല സെൻറ്ററുകളും ഈ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നു. പക്ഷേ ചെറിയ ഒരു കോഴ്സിന് അവർ വാങ്ങുന്നത് 1.5 ലക്ഷം, 2 ലക്ഷം അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു 6 മാസത്തെ കോഴ്സിന് വാങ്ങുന്നത് ഒരു അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ ഫീസാണ്. അപ്പോൾ പരിമിതമായ ഫീസിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജ്, ജോബ് ഉറപ്പുവരുത്തുന്ന തരത്തിൽ അതിനെ ഒരു കോഴ്സായി ഡിസൈൻ ചെയ്ത് ഇത് ക്ലാസ് കൊടുക്കുന്നത് ഏറ്റവും നമ്മൾ എക്സ്പേർട്സാണ്, പല ഫീൽഡിൽ നിന്നുള്ള IIT ഉൾപ്പെടെയുള്ള ഫീൽഡിൽ നിന്നുള്ള എക്സ്പേർട്സിനെ കൊണ്ട് ഇവർക്ക് ക്ലാസ് കൊടുപ്പിക്കുക. അങ്ങനെ കുട്ടികൾക്ക് എക്വിപ്ഡ് ആക്കുക, ജോബ് ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് അവരുടെ ഒരു സ്കിൽ ആൻഡ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആ AI സ്കൂളിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് IT മേഖലയിലുള്ള പ്രോഗ്രാംസ് ആണോ കൊടുക്കുന്നത്? അതെന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതും ഈ കുട്ടികളുടെ ഒരു ഡിമാൻഡ് റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും IT ആൻഡ് AI ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കാണ്. ഇപ്പോൾ ഇത് ഡിസൈൻ ചെയ്യുന്നതിന് കാരണം നമുക്ക് സപ്പോർട്ടീവായിട്ട് ഈ ഒരു വേദിക് AI സ്കൂൾ അതിന് പല ഗ്ലോബൽ പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മളൊരു IIIT, നമ്മുടെ ഒരു പാർട്ട്ണർ IIT കോട്ടയം നമ്മുടെ ഒരു പാർട്ട്ണറാണ്. ദെൻ ഗ്ലോബൽ ലെവലിൽ നമ്മളൊരു AI ഒരു ലീഡർ എന്ന് പറയാവുന്ന ലേണിംഗ് എൻജിൻസ് പോലെ, സിനർജി ടെക്നോളജി പോലെയുള്ള ഈ ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ പാർട്ട്നേഴ്സാണ്. ദെൻ ഉമറിയ യൂണിവേഴ്സിറ്റി പോലെ ദുബായിലുള്ള ലീഡിംഗ് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഇവരെല്ലാവരുമായിട്ട് നമുക്കൊരു വലിയൊരു നെറ്റ്വർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത്തരത്തിൽ ഒരു കുട്ടിക്ക് +2 കഴിഞ്ഞ ഒരു കുട്ടി, അവന് +2 കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി കിട്ടില്ല. പക്ഷെ അവൻ്റെ കയ്യിൽ ചെറിയ മറ്റൊരു സർട്ടിഫിക്കറ്റ്, ഒരു ഫൗണ്ടേഷൻ ഫണ്ടമെൻ്റൽ ബേസിൽ, അഡ്വാൻസ് ടെക്നോളജി ബേസിൽ മറ്റൊരു സർട്ടിഫിക്കറ്റ് അവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, അവന് ടെക്നിക്കൽ നോഹൗ ഉണ്ടെങ്കിൽ അവന് ജോലി കിട്ടും. അപ്പോൾ ഒരു ഗ്ലോബൽ ഡിമാൻഡ് അനുസരിച്ചാണ് നമ്മൾ ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്ത് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. സാർ, +2 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ആരെ ഫോക്കസ്ഡ് ചെയ്താണ് എന്നൊന്ന് സൂചിപ്പിക്കാമോ?
വേദിക് AI സ്കൂൾ മെയിൻലി അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ പറയാറുണ്ട് ഈ 2 തരത്തിലുള്ള ടെക്നോളജിയെ കൈകാര്യം ചെയ്ത് 2 വിഭാഗം ആളുകളുണ്ട്. ഓക്കെ. ഒന്ന് ബേസിക്കായിട്ട് ഒരു അക്കാദമിക് സർട്ടിഫിക്കറ്റ് ഉള്ള BTech ഓർ MTech ഹോൾഡേഴ്സ്. ഓക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഡൂവർ എന്ന് പറയുന്ന ലെവലിൽ നിൽക്കില്ല. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് ഇന്ന് ലീഡേഴ്സിനല്ല, ഡൂവേഴ്സിനാണ്. അപ്പോൾ ഡൂവേഴ്സിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ BTech കഴിഞ്ഞ് പിന്നെ താഴേക്ക് ഇറങ്ങി പഠിക്കണം. അപ്പം നമ്മൾ നോക്കുന്നത് ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഒരു 6 മാസം കൊണ്ട് എക്വിപ്പ് ചെയ്യാവുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജോബ് സാധ്യതയുള്ള 4-5 പ്രധാനപ്പെട്ട കോഴ്സുകളുണ്ട്. അത് കുട്ടികൾക്ക് വളരെ ഫലപ്രദമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക, സർട്ടിഫൈ ചെയ്ത് കൊടുക്കുക, ഒപ്പം തന്നെ ഇൻഡസ്ട്രി ബേസിൽ അവർക്കൊരു എക്സ്പീരിയൻസ് നമ്മൾ ഏതാനും 15 മാസങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കുക. അവനെ നമ്മൾ പറയാറുണ്ട് ഒരു എംപ്ലോയബിലിറ്റി സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നതിന് അവരെ നമ്മൾ സജ്ജരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം +2 മുതൽ +2 കഴിഞ്ഞവര് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവര് ഈവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഓപ്റ്റ് ചെയ്യാം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡിസിപ്ലിൻ. അപ്പം BTech വേണമെന്ന് നിർബന്ധമില്ല. +2 കഴിഞ്ഞ് ഏതോ ഡിസിപ്ലിനിൽ നിന്ന് +2 കഴിഞ്ഞ് വന്നവർക്കും ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞവർക്കും ഈവൻ BTech കഴിഞ്ഞവർക്കും എല്ലാം ജോയിൻ ചെയ്യാവുന്ന ജോബ് സാധ്യത. ഒരു കാര്യം കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ളത്, പഠനശേഷം പഠിക്കുക എന്നതിനോടൊപ്പം ക്യാമ്പസിൽ അസോസിയേറ്റ് ചെയ്തും നമ്മൾ വേദിക് AI സ്കൂൾസ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ടോ? വേദിക് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ മെയിൻലി അവരുടെ പ്രോജക്റ്റ് ഇൻറ്റേൺഷിപ്പ്, ഇപ്പോൾ ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്. കാരണം അവർക്കൊരു ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ആയിട്ട് അവരുടെ പ്രോജക്റ്റ് ഇൻറ്റേൺഷിപ്പിനുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കൊച്ചി പോലെയുള്ള ഒരു സെൻറ്ററിൽ നിന്നുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ അവരുടെ ആ ഒരു പാർഷ്യൽ ഫുൾഫിൽമെന്റ് ഓഫ് ദെയർ അക്കാദമിക്. എനിക്ക് തോന്നുന്നു കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റി ഇപ്പോൾ അവരുടെ സിലബസിന്റെ പാർട്ടാണ്. കാരണം വെച്ചാൽ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഒരു ലിമിറ്റേഷൻ നമുക്കറിയാം. അധ്യാപകർ കോഴ്സ് പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞാൽ പേപ്പറുകൾ എക്സാമിനേഷൻ നടത്തുന്നു, പാസ്സാകുന്നു എന്നുള്ളതല്ലാതെ ഒരു പ്രാക്ടിക്കൽ നോളജിലേക്ക് അവർ വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ഒരു പ്രോജക്റ്റ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൂപ്പർവിഷൻ, അതും വളരെ നോമിനൽ ഒരു ഫീസിൽ ഈ ഇൻഡസ്ട്രീസുമായിട്ട് നമ്മൾക്കുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രി ഫീൽഡിൽ അവരുടെ പ്രോജക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എല്ലാവിധമായിട്ടുള്ള ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനുള്ള എല്ലാ ഹെൽപ്പും ഗൈഡൻസും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം പ്രോജക്റ്റ് ഉണ്ട്, ഇന്റേൺഷിപ്പ് ഉണ്ട്, ഇതേപോലെയുള്ള ഷോർട്ട് ടേം പ്രോഗ്രാംസും. ഷോർട്ട് ടേം പ്രോഗ്രാംസ് നമുക്ക് പറയുമ്പം ഡ്യൂറേഷൻ ഒക്കെ എത്രയായിരിക്കും? 6 months അങ്ങനെയൊക്കെ. സാധാരണഗതിയിൽ ഇത് ഈ മറ്റു കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളെയും നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് മിനിമം 6 months ഒരു കോഴ്സ് ഇതിൽ പാസ്സാകണം എന്നുള്ളതാണ്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ആകട്ടെ, ഇപ്പം ഇതൊരു എല്ലാം ബേസിക് നീഡാണ് ഇൻഡസ്ട്രിയുടെ. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 6 months സർട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഓഫർ ചെയ്യുന്നത്. അഡ്വാൻസ് ലെവലിലേക്ക് അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ പിന്നീട് വേറെ ഇതിൻ്റെ ഒരു ഹൈ എൻഡിലേക്ക് അവർക്ക് പോകാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ സാറ് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, അതൊന്ന് സൂചിപ്പിക്കാമോ? 5 കോഴ്സുകളാണ് നമ്മൾ മെയിൻലി കുട്ടികളുടെ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്നത്. ഒന്നും അതിൻ്റെ അകത്ത് ഇത് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു 6 മാസത്തെ ഒരു കോഴ്സായിട്ടാണ് നമ്മൾ നടത്തുന്നത്. 200 മണിക്കൂറാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഒരു 120 hours അതിൻ്റെ ഒരു തിയറി ബേസ്, ക്ലാസ് റൂം സെഷൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ ഹൈബ്രിഡ് ആണ് കോഴ്സ് മുമ്പോട്ട് പോകുന്നത്. ദെൻ ഇതിൻ്റെ അകത്ത് കുട്ടിക്ക് ഒരു ഫേസ് ടു ഫേസ് ഓർ ഓൺലൈൻ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെഷനും ഉണ്ട്. ബേസിക് ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് +2 ആണ്. പിന്നെ നമുക്ക് വേറെ ഡിജിറ്റൽ ഫോറൻസിക് കോഴ്സുകളുണ്ട് അല്ലേ? ഡിജിറ്റൽ ഫോറൻസിക് കോഴ്സുകളുണ്ട്. അത് നമ്മൾ ഇന്നിപ്പം കാണുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫോറൻസിക് 2 തരത്തിൽ ഇത് ഇന്ന് വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ ഫോറൻസിക് നമ്മൾ കേൾക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പോലീസ് കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫീൽഡാണ്. ഓക്കെ. പക്ഷേ ആ ഫീൽഡിൽ വരുന്ന ഗവൺമെൻറ് ദെൻ മിലിറ്ററി പോലീസ് ഫോഴ്സിലേക്ക് കയറി പോകണമെങ്കിലും അതിനുള്ള ഒരു ബേസിക് നോളജ് ഉണ്ട്. അപ്പോൾ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ പ്രൈവറ്റ് ഏജൻസീസും ഈ ഒരു ഫീൽഡിൽ നിന്ന് ആളുകളെ ഡിപ്ലോയ് ചെയ്യുന്നു. അപ്പോൾ ഡിജിറ്റൽ ഫോറൻസിക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. ഇപ്പം തന്നെ ഈ കുറ്റാന്വേഷണമെല്ലാം ഈ മൊബൈലിനെയൊക്കെ ബേസ് ചെയ്ത്. പിന്നെ നമുക്കുള്ളത് ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഉണ്ട്. ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കോഴ്സ് ഇന്ന് ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. എല്ലാ മേഖലകളിലേക്കും ഇതിങ്ങനെ നമ്മൾ ഒരു പടിപടിയായിട്ട് ഡിജിറ്റൈസ് ചെയ്ത് പോകുമ്പോഴേക്ക് ഇതിൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 6 മാസത്തെ ഒരു കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. +2 ആണ് അതിൻ്റെ ഒരു ബേസിക് എലിജിബിലിറ്റി ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരു +2 കഴിഞ്ഞ് 6 മന്ത്സ് ഒരു 120 അവേഴ്സിൻ്റെ ഇതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ ഫണ്ടമെൻ്റൽസ് അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് പ്രാക്ടിക്കൽ നോളജ് കൊണ്ട് അതിൽ എക്സ്പെർട്ടൈസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് ഈ കുട്ടിക്ക് കടന്നു പോകുന്നതിന് ഈ ഡാറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൻ്റെ കോഴ്സ് വളരെയേറെ സഹായകമാണ്. ഓക്കെ. മറ്റൊരു കോഴ്സ് കൂടെ ഇവിടെ ഉള്ളത് അപ്ലൈഡ് AI ആൻഡ് ഡെവോപ്സ് അല്ലേ? അത് അപ്ലൈഡ് AI ആൻഡ് ഡെവലപ്മെൻറ്റ് ഓപ്പറേഷൻസ് ഫോർ ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. അത് ഡിഗ്രി ആണെന്ന് തോന്നുന്നു. അത് നമ്മൾ ബേസിക്കലി നമ്മൾക്ക് ഒരു 200 അവേഴ്സ് കൊണ്ട് എത്തിച്ചേരേണ്ട ഒരു കോഴ്സാണ്. ഓക്കെ. അത് ഗ്രാജുവേഷനാണ് നമ്മളൊരു ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ. അത് കുറച്ചുകൂടി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഓക്കെ. അതും ഈ ഇന്ന് ഗ്ലോബൽ ബേസിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളം കൊടുക്കുന്ന ഒരു കോഴ്സാണ്. ഓക്കെ. ഇതുകൂടാതെ നമുക്കൊരു 5ാമത് നമ്മളൊന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയാണ്. ഓക്കെ. ഈ സൈബർ സെക്യൂരിറ്റി ഇന്ന് ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ ഫിനാൻസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബാങ്കിങ് മേഖലകളെ സംബന്ധിച്ചിടത്തോളം ടെലികോം ഇൻഡസ്ട്രി ഇന്ന് അവർ തന്നെ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ട് ഒരു ബിടെക് കോഴ്സ് ഇതിനു വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റി കോഴ്സ് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ പ്രത്യേകമായി. അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഇൻഡസ്ട്രികൾക്ക്, ഓഫീസുകൾക്ക്, ഫിനാൻസ് ഓപ്പറേഷൻ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. അതിൽ നോളജുള്ള ഒരാൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കോഴ്സ് ഇങ്ങനെ ഡിസൈൻ ചെയ്തപ്പോൾ സാർ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഒരു മറുവശമുള്ളത്, ഇത് ഈ ജോബ് സീക്കേഴ്സിന് വേണ്ടി മാത്രമല്ല ഡിസൈൻ ചെയ്തത്. മാർക്കറ്റ് സർവേയിൽ പോയപ്പോൾ 50% ഡിമാൻഡ് വന്നത് ജോബ് സീക്കേഴ്സിൻ്റെ ഭാഗത്ത്. എന്നാൽ അടുത്ത 50% ഡിമാൻഡ് വന്നിരിക്കുന്ന ഇപ്പോൾ നിലവിലുള്ള ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നാണ്. ഓൾറെഡി വർക്ക് ചെയ്യുന്നവരുടെ അവരുടെ ഒരു അപ്സ്കില്ലിംഗ് ഇത് രണ്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു സർവീസായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ. സാറ് സൂചിപ്പിച്ചു ഈ പ്രോഗ്രാംസ് ഒക്കെ ഹൈബ്രിഡ് ആയിരിക്കും എന്ന് സൂചിപ്പിച്ചു. ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ഈ ഓഫ്ലൈൻ പ്രവർത്തനങ്ങൾ എവിടെയായിരിക്കും അതൊന്ന് സൂചിപ്പിക്കാം. അപ്പം തിയറി എന്ന് പറയുന്നത് ഒരു വശത്ത് ഒരു 120 അവേഴ്സ് കൊണ്ട് തീരും. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നീട് പ്രാക്ടിക്കൽ ബേസ് ആണ്. ഈ പ്രാക്ടിക്കൽ ബേസിൽ നമ്മൾ നമ്മുടെ ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് തന്നെ നമ്മൾ അതിൻ്റെ വേണ്ട. സാർ, ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി കലൂറുള്ള ഓഫീസാണ്. വളരെ വിശാലമായ ഒരു സ്പേസാണ്, നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റേൺഷിപ്പും പ്രോജക്റ്റും ഇൻറ്റേൺഷിപ്പും ചെയ്യുന്നതിനുള്ള സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് കൊച്ചിയിലൊക്കെയാണ് ഇൻഫോ പാർക്ക് പോലെയുള്ള കുറേ അധികം അവസരങ്ങൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കോഴ്സിൻ്റെ എല്ലാം ഭാഗമായിട്ട് പിള്ളേർ മാൻഡേറ്ററി ആയിട്ട് തന്നെ പ്രോജക്റ്റും ഇൻറ്റേൺഷിപ്പും ചെയ്യേണ്ടതായിട്ടുണ്ട്. കുട്ടികൾ പുറത്തേക്ക് അന്വേഷിച്ച് ഇറങ്ങിയിട്ട് പ്രോജക്റ്റും ഇൻറ്റേൺഷിപ്പും ഇൻഡസ്ട്രിയിൽ പോയി തന്നെ ചെയ്യണം. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റേണലാണ്, ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി അത് പറയുമ്പോഴും എത്ര % കുട്ടികൾ ഇതിനകത്ത് ആക്ച്വലി ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സംശയകരമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകൾ നമ്മളുമായിട്ട് ടൈ അപ്പ് ചെയ്ത് വളരെ നോമിനൽ ഒരു ഫീസിൽ ഇൻഡസ്ട്രികളിൽ അവരുടെ ഇൻറ്റേൺഷിപ്പ്
പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സപ്പോർട്ടും ഓക്കെ ഗൈഡൻസും നൽകുന്നു വേദിക് AI സ്കൂളിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നു. നൽകുന്നുണ്ട്. ഓക്കെ സാറേ, ഇപ്പം നമ്മുടെ കേരളത്തിൽ അല്ലെ കൊച്ചിയിലൊക്കെ തന്നെയാണെങ്കിലും ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു വേദിക് AI സ്കൂള് അത് ഓപ്റ്റ് ചെയ്യണം? അതിന് സാറിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടൊന്ന് ഇതിൻ്റെ അകത്ത് നമ്മൾ AI ഫോക്കസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ് ടെക്നോളജി ഫോക്കസ്ഡ് കോഴ്സുകൾ വരുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന്, എത്രമാത്രം ഇതിന് നമ്മൾ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുത്തി ഒരു ഇന്റേൺഷിപ്പ് ഫെസിലിറ്റി ഉണ്ട്. എത്രമാത്രം നമ്മൾ തിയറി പഠിച്ചാലും ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കൽ നോളജാണ്. അപ്പോൾ ഈ നോളജ് അക്വസിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാക്ടിക്കൽ നോളജ് കിട്ടുക എന്നുള്ളതാണ്. അപ്പം വേദിക് AI സ്കൂൾ ഇൻഡസ്ട്രിയുമായുള്ള നമ്മുടെ ഒരു അസോസിയേഷൻ നെറ്റ്വർക്കിങ്ങിൽ കുട്ടികൾക്ക് അതിനുള്ള ഫെസിലിറ്റി കറക്റ്റ് ഏത് ഇൻഡസ്ട്രിയിലാണ് പോകേണ്ടത് അതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. രണ്ടാമത് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അഫോർഡബിലിറ്റിയാണ്. പരിമിതമായ ഒരു ഫീസിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് വാങ്ങി വളരെ ഓഥൻറ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. ദെൻ നമ്മുടെ സിലബസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് IIT എക്സ്പേർട്സുമായി സഹകരിച്ചിരുന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു സിലബസാണ് മറ്റൊന്ന്. നാലാമത് നമ്മൾ കാണുന്ന നമ്മുടെ ഒരു നെറ്റ്വർക്കിംഗ്. അപ്പം ഗ്ലോബൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഇൻഡസ്ട്രികളുമായിട്ട് AI ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളുമായിട്ടുള്ള ബന്ധം, ദെൻ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ദുബായിലുള്ള യൂണിവേഴ്സിറ്റികളും അവരുമായിട്ടുള്ള ബന്ധം, ഈ കേരളത്തിനകത്തും കേരളത്തിന് വെളിയിലുമുള്ള ഇൻഡസ്ട്രികളുമായി നമുക്കുള്ള ബന്ധം, ആ ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ് മാർക്കറ്റിൻ്റെ നീഡ് എന്ന് മനസ്സിലാക്കി അത്തരത്തിൽ കോഴ്സ് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കുന്നത്. ദെൻ എക്സ്പേർട്ട് ടീച്ചേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ബേസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 5-star ഇൻഫ്രാസ്ട്രക്ചറിലാണ് നമ്മുടെ ഈ ഒരു സെൻറ്റർ വേദിക് AI സ്കൂൾ. ട്രൂലി ഇൻ്റർനാഷണൽ എന്ന് പറയാവുന്ന ഒരു സ്റ്റാൻഡേർഡിലാണ് നമ്മളിവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ സാറ് സൂചിപ്പിക്കുന്നത് നമ്മളുടെ അക്കാഡമിക് ആയിട്ടുള്ള പ്രോജക്റ്റ്, ഇൻറ്റേൺഷിപ്പ്, അതല്ലെങ്കിൽ നമ്മൾ പഠനശേഷമൊക്കെയുള്ള ഈ ഷോർട്ട് ടേം കോഴ്സുകൾ, പ്രത്യേകിച്ച് ഹൈ ഡിമാൻഡുള്ള ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ പഠിക്കുന്നതിനുള്ള ഒരു നല്ല അവസരം, അത് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ, അതല്ലെങ്കിൽ തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഈ ഒരു നല്ല നെറ്റ്വർക്കിങ്ങിലൂടെയൊക്കെ പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരം, അതാണ് നമ്മളുടെ വേദിക്ക് AI സ്കൂള് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് സാറിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. യെസ്. അപ്പം IT മേഖലയിലെ വിവിധ ഷോർട്ട് ടൈം പ്രോഗ്രാംസ്, ഹൈ ഡിമാൻഡ് കോഴ്സുകൾ, അതല്ലെങ്കിൽ പ്രോജക്റ്റ്, ഇൻറ്റേൺഷിപ്പ്, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വേദിക് AI സ്കൂളുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. വേദിക് AI സ്കൂളിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെയുള്ള ഇങ്ങനെയുള്ള പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.